ഓം പ്രപന്നപാരിജാതായ സ്തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ശരണമയ്യപ്പ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ സജ്ജന ശ്രേഷ്ഠന്മാർക്കും സ്നേഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സമ്പദ് സമൃദ്ധിയുടെ, നന്മയുടെ നൂറായിരം സ്നേഹ പൂക്കൾ. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ 100,000 പ്രശ്നങ്ങൾ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, പൊട്ടി ഒഴുകുന്ന വ്രണം പോലെയുള്ള മനസ്സ്, അടുക്കളയിൽ സാമ്പാർ തിളച്ചു പോകുന്നത് പോലെയുള്ള ജീവിത പ്രശ്നങ്ങൾ, കടലിൽ തിരമാലകൾ അടിച്ച് പൊങ്ങുന്നത് പോലെയാണ്. ശ്രീശങ്കര ഭഗവത്പാദർ അതിന് മറുപടിയായിട്ട് പറയും, ശശ്വന്നശ്വര വിശ്വമേവമഖിലം. ഇവിടെ ഒന്നും ശാശ്വതമായിട്ടില്ല, ഇവിടെ ഒരു പ്രശ്നവും ശാശ്വതമായിട്ടില്ല, എല്ലാം ടെമ്പററിയാണ്. ഈ സത്യത്തെ ഞാനും നിങ്ങളും ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അച്ഛനാകാം, നല്ലൊരു ഭർത്താവാകാം, നല്ലൊരു ഭാര്യയാകാം, നല്ലൊരു മകളാകാം, നല്ലൊരു സുഹൃത്താവാം. നല്ല ജീവിതം സ്വപ്നം കാണാത്തവർ ആരാണ് ഉള്ളത്? അപ്പോൾ എവിടെയാണ് നമ്മുടെ ജീവിതത്തിന് സ്പെല്ലിങ് മിസ്റ്റേക്ക് വരുന്നത്? നമ്മളത് കണ്ടിട്ടാണല്ലോ നമ്മളെ മക്കൾ പഠിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്. മുൻ ശബരിമല മേൽശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭഗവത്ഗീത ആചാര്യനും ഭാഗവതോത്തമനുമായ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഈ ധർമ്മ സംസ്കൃതി എന്താണ്? എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയും, ലോകത്തിൻ്റെ മുന്നിൽ മുഴുവൻ വെച്ചിരിക്കുന്ന സബ്ജക്റ്റാണ് മക്കളുണ്ടാവാൻ പ്രാർത്ഥിക്കരുത്, മക്കളില്ല എങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ, സൽസന്താനങ്ങൾക്ക് ജന്മം നൽകണം. ആസേതു ഹിമാചലം അച്ഛൻ സപ്താഹയജ്ഞ വേദികളിൽ പറഞ്ഞ ആ സത്യം എന്താണ്? നമുക്കൊക്കെ നമ്മളെ കുട്ടികളുടെ മുന്നിൽ 2 ഭാവി മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒന്നുകിൽ എൻജിനീയർ ആക്കണം, അല്ലെങ്കിൽ ഡോക്ടറാക്കണം. മൂന്നാമതൊരു ഓപ്ഷൻ പറയാനില്ല. ഇതിനകത്ത് നിന്നും മാറി നമ്മുടെ കുട്ടികളുടെ അറിവും, ശ്രദ്ധിക്കണം, അറിവും കഴിവും കണ്ട് ആ അറിവും കഴിവും വികസിപ്പിക്കണം. വേണ്ടേ? അറിവും കഴിവും വികസിപ്പിച്ചെങ്കിൽ മാത്രമല്ലേ ആ രംഗത്ത് അവരുടെ സർഗാത്മകത പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിജയത്തിനും ജീവിതത്തിൻ്റെ അത്യുന്നതങ്ങളിൽ അവർ കീഴടക്കി ജീവിതത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ജീവിത ചക്രവർത്തിയാക്കാൻ, സന്തോഷ സംതൃപ്ത ജീവിതം, ഇതാണ് ശ്രീമദ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രത്തിന് നമ്മളെ പഠിപ്പിക്കാനുള്ളത്. ഈ ധർമ്മശാസ്ത്രം എൻ്റെ അച്ഛൻ ഇത് പഠിപ്പിച്ചതുകൊണ്ട് എനിക്കിത് നിങ്ങളോട് പറയാൻ സാധിക്കുന്നു. എന്താണ് ഈ ധർമ്മശാസ്ത്രം പറയുന്നത്? നമ്മുടെ ആചാര്യന്മാർ കേവലം കഥയിലൊതുക്കുന്നു ഭാഗവതം, ഉച്ച ഊണിലൊതുക്കുന്നു ഭാഗവതം. ഏതായാലും ശരി, ഉച്ച ഊണ് സപ്താഹമായാലും കഥാ സപ്താഹമായാലും ഇതിനകത്തോട്ട് ഇൻട്രസ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞാനും നിങ്ങളും അടങ്ങുന്ന ഹൈന്ദവ സമൂഹത്തിനുണ്ട്. അപ്പോൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ഭാഗവതത്തിൽ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള
ഒരു ചരിതമാണ് ധ്രുവ ചരിതം. എന്താണ് ധ്രുവചരിതം? മറ്റൊന്നുമല്ല എങ്ങനെ ഒരു നല്ല അമ്മയാകാം. എന്താണ് സബ്ജക്റ്റ്? എങ്ങനെ ഒരു നല്ല അമ്മയാകാം. അതിന് കാര്യകാരണ സഹിതമാണ് ശ്രീമദ് ഭാഗവത ശാസ്ത്രത്തിൽ വേദവ്യാസ ഋഷി വരച്ചിരിക്കുന്ന അതിമനോഹരമായ സൗന്ദര്യാത്മകമായ ഒരു ചിത്രം. ആ ചിത്രം നമുക്ക് അല്പമൊന്ന് ജസ്റ്റ് കോമൺ സെൻസിൽ ഒന്ന് അനലൈസ് ചെയ്ത് ശ്രദ്ധിക്കണം. കേൾക്കുകയല്ല, പഠിച്ച് അവനവൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. നമ്മുടെ മക്കളിലോട്ട് ഈ സംസ്കൃതി ഹാൻഡ് ഓവർ ചെയ്യണം. അതാണ് ഡീഡ്, അതാണ് ഒസ്യത്ത്, അതാണ് ഷെയർ. ഏതായാലും സ്വയംഭൂ മനുവിന് ശതരൂപയിൽ 2 മക്കളുണ്ടാകുന്നു. പ്രിയവ്രതനും ഉത്താനപാലൻ എന്ന 2 മക്കളുണ്ടാവുന്നു. പ്രിയവ്രതൻ സത്യാന്വേഷിയായി ഈശ്വരനെ അന്വേഷിച്ച് ജീവിതം തുടങ്ങി. ഉത്താനപാലകൻ വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമത്തിലോട്ട് പ്രവേശിച്ചു. സുനീതി എന്ന സ്ത്രീയെ വിവാഹം ചെയ്തിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. കുറച്ച് നാളെ കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല. അല്പസ്വല്പം സൗന്ദര്യപ്പണക്കവും തുടങ്ങി. നമ്മുടെ ഉത്താനപാല മഹാരാജാവിന് പൊതുവെ ആളൊരു പെൺകോന്തനാണ്. സ്ത്രീ വിഷയത്തിൽ ഇത്തിരി തൽപരനും കൂടുതലാണ്. ഒന്നുകൂടി ഒന്ന് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നൊരു മോഹം. അങ്ങനെ നല്ലൊരു പ്രപ്പോസൽ വന്നു. കേരള മാട്രിമോണിയൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമല്ലോ, ഇതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ തിരഞ്ഞ് നല്ലൊരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞപ്പോൾ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞു, 2ാം വിവാഹമല്ലേ, എന്നാലും ഞാൻ കഴിക്കാം, പക്ഷേ ഒറ്റ ടേംസ് ആൻഡ് കണ്ടീഷൻസേ ഉള്ളൂ. എനിക്കുണ്ടാകുന്ന, ശ്രദ്ധിക്കണം, നോട്ട് ദാറ്റ് പോയിൻ്റ്, എൻ്റെ ഉദരത്തിൽ ജനിക്കുന്ന എൻ്റെ കുട്ടി യുവരാജാവായി വാഴിക്കണമെന്ന് ഉത്താനപാലൻ അത് അംഗീകരിച്ചു. അങ്ങനെ 2 ഭാര്യമാരുമായി ജീവിതം മുന്നോട്ട് നയിച്ചു. ശ്രദ്ധിക്കണം, ഒന്നാമത്തെ ഭാര്യയുടെ പേര് സുനീതി, 2ാമത്തെ ഭാര്യയുടെ പേര് സുരുചി. ഇതിൽ 2 പേർക്കും 2ാമത്തെ വിവാഹം കഴിയുകയും കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ആദ്യത്തെ ഭാര്യയായ സുനീതി ഗർഭിണിയാകുന്നു. വാശിക്ക് ഉടൻ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ സുരുചിയും ഗർഭിണിയാകുന്നു. 2 പേരും ഓരോ ആൺകുട്ടികൾക്ക് ജന്മം നൽകുന്നു. കുട്ടികൾ വളരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, 2ാമത്തെ ഭാര്യയുടെ പേരാണ് യുവതിയാണ്, അതീവ സുന്ദരിയാണ്. അവളുടെ പേര് തന്നെ സുരുചി എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും അവൾക്ക് മധുരമായ രുചിയുള്ളവളാണ്. ബേസിക്കലായിട്ട് തന്നെ പെൺകോന്തനുമാണ്. 2ാമത് സ്ത്രീ വിഷയത്തിൽ അമിത താല്പര്യമുള്ളതായ ഈ ഉത്താനപാലൻ ഇതിനിടയിൽ കയറിയത് ഈ ഒരു ശല്യം വരണ്ടെന്ന് വെച്ചിട്ട് 1ാമത്തെ ഭാര്യനെ കൊട്ടാരത്തിൻ്റെ ഔട്ട് ഹൗസിലോട്ട് താമസിപ്പിക്കുകയും ഇവിടെ 24 മണിക്കൂറും സുരുചിയുമായി സല്ലപിച്ചുകൊണ്ട് ഇരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഏകദേശം ഒരു 5 വർഷം വിവാഹം കുട്ടികളുണ്ടായിട്ട് 2ാമത്തെ ഭാര്യയിലുള്ള ഉത്തമൻ എന്ന കുഞ്ഞിനെ മടിയിലിരുത്തി കളിപ്പിക്കുകയാണത്. മൊബൈൽ ഗെയിം കളിപ്പിക്കുകയാണ് ഇരുന്നത്. അപ്പോൾ അച്ഛ അത് കാണിച്ചു തരണം, ഇത് കാണിച്ചു തരണം, നെറ്റ് തീർന്നു പോയി. എൻ്റെ ഒരു സഹോദരിയുടെ ഒരു മകളുടെ മകൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പറഞ്ഞ വാക്കാണ് അമ്മേ നെറ്റ് തീർന്നു പോയി. അത് ഈ തോണ്ടലാണല്ലോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ തന്നെ ഉത്തമനെ മടിയിലിരുത്തിക്കൊണ്ട് അച്ഛൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സിംഹാസനത്തിലിരുന്ന്. ഈ സമയത്ത് നമ്മുടെ ധ്രുവൻ അവിടെ വരുന്നു. ധ്രുവനും ഉള്ളിൽ ചെറിയൊരു മോഹം. എന്താണ്? ആസ് യൂഷ്വലായിട്ടില്ലേ, അച്ഛൻ്റെ മടിയിലിരുന്ന് എനിക്കും കളിക്കണമെന്ന്. ഈ മോഹം കൊണ്ട് അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് കുട്ടിയുടെ മോഹം? അച്ഛൻ്റെ മടിയിലിരുന്ന് കളിക്കണമെന്ന്. ഈ സന്ദർഭത്തിൽ നമ്മുടെ സുരുചി താടകയെ പോലെ, ഭദ്രകാളിയെ പോലെ അവിടെ നിന്ന് വരുന്നു. കുഞ്ഞെ
മാറി നിൽക്കൂ, കുഞ്ഞെ മാറി നിൽക്കൂ. മഹാരാജാവിൻ്റെ മകനാണ്, സമ്മതിച്ചു. പക്ഷേ മഹാരാജാവിൻ്റെ മടിയിലിരുന്ന് കളിക്കാൻ നീ ശ്രദ്ധിക്കണം, വീണ്ടും എൻ്റെ ഉദരത്തിൽ വീണ്ടും ജനിക്കണം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ ചത്തുപോകണമെന്നാണ് എൻ്റെ അർത്ഥം. നീ ഇന്ന് അച്ഛൻ്റെ മടിയിലിരുന്ന് കളിച്ച് സ്വാതന്ത്ര്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നാളെ നിനക്ക് സിംഹാസനം വേണമെന്ന് അധികാരം പറയും. അതുകൊണ്ട് മാറി നിൽക്കൂ. ധ്രുവ ധ്രുവ. ആ ചിറ്റമ്മ പറയുന്നത് തപസാരാധ്യപുരുഷം തപസാരാധ്യപുരുഷം തസ്യൈവാനുഗ്രഹേണ. എടാ നീ പോയി, എടാ മോനെ, എടാ ചെറുക്ക, 5 വയസ്സായ കുട്ടിയാണ്, നീ പോയി തപസ് ചെയ്ത് ആരാധിക്കൂ. തപസ്യ ആരാധ്യ പുരുഷ, പുരുവിശയിക്കുന്ന പൂർണ്ണത്വമായ ആ ചൈതന്യത്തെ, ഈശ്വരനെ നീ ഭജിച്ച് തസ്യൈവ അനുഗ്രഹേണ, ഈശ്വരനെ ഭജിച്ച് ഈശ്വരനെ സ്വന്തമാക്കി ഈശ്വര അനുഗ്രഹത്തോടു കൂടി നീ പോയിട്ട് വാ, വന്നിട്ട് എൻ്റെ ഉദരത്തിൽ ജനിക്ക്. അതുകൊണ്ട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് ധ്രുവനുണ്ണിയെ പറഞ്ഞു വിട്ടു. ധ്രുവനുണ്ണി ഉടൻ തന്നെ ഔട്ട് ഹൗസിലോട്ട് പോയി, പുറത്തോട്ട് പോയി അമ്മയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് പോയി. അപ്പോഴേക്കും തോഴിമാർ വിവരം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വാട്സാപ്പിലൊരു ഫോട്ടോ എടുത്ത് മെസ്സേജ് അവിടുത്തെ തോഴിമാർ നമുക്ക് സുനീതിക്ക് കൊടുത്തിട്ടുണ്ട്. സുനീതി മോനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി മോനെ ചോദിച്ചു. കരഞ്ഞുകൊണ്ട് വന്ന് ആ കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് 5 വയസ്സായ ധ്രുവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു, എന്ത് മോനെ നീ കരയുന്നു? അപ്പോൾ പറഞ്ഞു, ചെറിയമ്മ എന്നെ ചീത്ത പറഞ്ഞു, ചെറിയമ്മ എന്നെ ചീത്ത പറഞ്ഞു, അച്ഛൻ എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന്. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഈ അടുത്ത കാലഘട്ടത്തിൽ കൽക്കട്ടയിൽ നമ്മുടെ ഒരു സ്കൂളിൽ കുട്ടികളോടൊക്കെ ആരാവാനാണ് ആഗ്രഹം എന്ന് സാറ് ചോദിച്ചു. എല്ലാവരും ഡോക്ടർ എഞ്ചിനീയർ പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് കുതിരവണ്ടിക്കാരനാകണമെന്ന്. കുതിരവണ്ടിയിലാണല്ലോ കുട്ടി ദിവസേന വരുന്നത്, എനിക്ക് കുതിരവണ്ടിക്കാരനാവണമെന്ന് പറഞ്ഞു. ക്ലാസ്സിൽ എല്ലാവരും ചിരിച്ചു. ആ കുട്ടിയുടെ പേരാണ് നരേന്ദ്രൻ. എല്ലാവരും ചിരിച്ച് കളിയാക്കി. കുട്ടി കരയാൻ തുടങ്ങി. വീട്ടിലെത്തി കുഞ്ഞ് വല്ലാതെ കരഞ്ഞു. സ്കൂളിൽ വെച്ച് എന്തായിരിക്കും ഇൻസൾട്ട് ചെയ്ത് ഡ്രൈവർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മോനെ കരയുന്നു എന്ന് ചോദിച്ചു. ആ കുഞ്ഞിനെ പറഞ്ഞു, അമ്മേ എന്നെ എല്ലാവരും കളിയാക്കി, എന്താവണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുതിരവണ്ടിക്കാരനാവണമെന്ന്. എന്നെ എല്ലാവരും ഇൻസൾട്ട് ചെയ്ത് കരഞ്ഞു, എന്നെ കളിയാക്കി. ആ നരേന്ദ്രനെ നെഞ്ചോട് ചേർത്ത് ആ അമ്മ ഭുവനേശ്വരി മാതാവ്, ശരണമയ്യപ്പ, ഭുവനേശ്വരി മാതാവ് നെഞ്ചോട് ചേർത്ത് അവിടെ ചുമരിൽ ഒട്ടിച്ചു വെച്ച ഒരു പടം ഉണ്ടായിരുന്നു. ആ പടമാണ് ഞാനിപ്പോൾ ധ്യാനത്തിൽ നിങ്ങളോട് ചൊല്ലിയത്. പ്രപന്ന പാരിജാതായ സ്ത്രോത്ര വൈത്രൈക പാണയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ. ഇടത് കയ്യിൽ 5 കുതിരകളുടെ കടിഞ്ഞാണും ചമ്മട്ടിയും പിടിച്ചുകൊണ്ട് വലത് കയ്യിൽ ജ്ഞാനമുദ്രായ കൃഷ്ണായ. ഇതുപോലുള്ളൊരു പടങ്ങൾ ഉണ്ടായിരുന്നു. ആ പടം കാണിച്ചിട്ട് പറഞ്ഞു, മോനെ നീ കുതിരവണ്ടിക്കാരനാകണം, നീ കുതിരവണ്ടിക്കാരനാകണം. ഈ വിശ്വത്തിൻ്റെ മാനവ സംസ്കാരത്തിൻ്റെ ഹൈന്ദവ സംസ്കൃതിയുടെ തേരാളിയാകണം നീ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു കൊടുത്ത ഈ വാക്കുകളാണ്, അമ്മ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ വാക്ക്, ഈ ഭുവനേശ്വരി മാതാവ് പറഞ്ഞു കൊടുത്ത നരേന്ദ്രനാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ലോകത്തിൻ്റെ മുന്നിലെത്തിച്ച സ്വാമി വിവേകാനന്ദനായി ഉയർന്നത്. ഇതുപോലെ തന്നെ വേറൊരു കഥയുണ്ട്. തോമസ് ആൽവാ എഡിസൺ നമുക്കെല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞു, ഈ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റില്ല, ഈ കുട്ടി വളരെ വൃത്തികേടാണ്, ഈ കുട്ടിയെ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് TC കൊടുത്ത് വിട്ടു. TC കൊടുത്ത് വിടുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ മറുപടി പറയുന്നുണ്ട് ആ ടീച്ചറോട്, നിങ്ങൾക്ക് എൻ്റെ മകനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് പകരം ഞാൻ വീട്ടും, എൻ്റെ മകനെ പഠിപ്പിച്ച് ഉന്നതനാക്കിയിട്ട് എന്ന്. എൻ്റെ മകനിലുള്ള കഴിവുകൾ എന്താണെന്ന് എനിക്കറിയാം, ആ കഴിവുകൾ അവൻ വികസിപ്പിച്ച് ലോകത്തിനെ കീഴടക്കും എന്ന് ആര് പറഞ്ഞു? തോമസ് ആൽവാ എഡിസൻ്റെ അമ്മ പറഞ്ഞു. ഇതല്ലേ
പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ പറയുന്നതാണ്, എൻ്റെ അമ്മ ആ ടീച്ചർമാരോട് പറഞ്ഞ വാക്കാണ് എന്നെ ലോകത്തിൻ്റെ മുന്നിൽ ബൾബ് കണ്ടുപിടിക്കാനും ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാക്കാനും എന്നെ വളർത്തിയത്. ശരിക്കും പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 88ാമത്തെ വയസ്സിലാണ് കൃഷ്ണൻ തേരാളിയായി കുതിരവണ്ടി ഓടിച്ചു പോയത്. ആ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാ മക്കളും ചത്ത് കിടക്കുന്ന രംഗത്ത് അവിടെ ആ ചത്ത് കിടക്കുന്ന മക്കളുടെ 101 മക്കളുടെ ശവം കാണാനായി കൊണ്ട് ഗാന്ധാരി മാതാവ് വന്നിട്ട് കണ്ണിൽ കെട്ടിയിരിക്കുന്ന തുണി അഴിച്ചിട്ട് ആ ശവങ്ങളൊക്കെ കണ്ടിട്ട് കൃഷ്ണനോട് പറയുന്നത്, ഇതിൻ്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദി കൃഷ്ണ നീയാണ്, നിന്റെ അശ്രദ്ധയാണ് ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് ഇന്നേക്ക് 36ാമത്തെ വർഷം നീയും നിന്റെ കുടുംബവും ഇതുപോലെ തകർന്ന് തരിപ്പണമായി നശിച്ച് കുത്തുപാളയെടുത്ത് നിന്റെ മക്കൾ പരസ്പരം ഏറ്റുമുട്ടി നശിക്കുന്നത് കാണാൻ നിനക്ക് ഇടവരുമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഭുവനമോഹന മന്ദഹാസം തുളുമ്പിക്കൊണ്ട് പ്രഹസന്നിവ ഭാരത, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, ഗാന്ധാരി മാതാവിൻ്റെ ഈ വാക്കുകൾ അനുഗ്രഹമായി എനിക്ക് വരട്ടെ എന്ന്. ഈ ഹൈന്ദവ സംസ്കൃതിയുടെ ഈ ഒരു എൻവയോൺമെൻറ്റിലാണ് ഇവിടെ നമ്മുടെ സുനീതിയും ധ്രുവരോട് പറയുന്നു, മോനെ ഈ വിഷതുല്യമായ വാക്കിൽ നീ പോയി ചത്ത് വീണ്ടും എൻ്റെ ഉദരത്തിൽ ജനിക്കണമെന്നല്ല പറഞ്ഞത്. ഈ വിഷതുല്യമായ വാക്കിൽ അമൃത സദൃശമായ ഒരു സാരസാഗരമുണ്ട് മോനെ. നീ നിൻ്റെ സ്വബുദ്ധിയിൽ അത് നീ അറിയണം, അത് നീ വികസിപ്പിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ആ അമ്മ മകനെ നെഞ്ചോട് ചേർത്തിട്ട് പറയുന്നതാണ്, എന്താണ്, ഒരു ബൂസ്റ്റിംഗ് മെത്തേഡ് പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. എങ്ങനെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം, എങ്ങനെ തളരുന്ന കുട്ടികളെ ഉയർത്താം, എങ്ങനെ തകരുന്ന മക്കളെ വളർത്തിയെടുക്കാം. ഇതാണ് ഒരു മോട്ടിവേഷൻ കൗൺസിലിംഗ് ഓഫ് ഭാഗവത എന്നുള്ളതാണ് യൂറോപ്യൻസ് ഇതിന് പറയുന്ന വാക്ക്. ഏതായാലും ശരി, നമുക്കറിയാം, ശ്രദ്ധിക്കണം, ഭാഗവതമുള്ള ആൾക്കാരൊക്കെ തുറന്ന് എടുത്തു നോക്കണം. ചതുർത്ഥ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 19ാമത്തെ ശ്ലോകമാണ് വേദവ്യാസ ഭഗവാൻ വരച്ച് വെക്കുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ശ്ലോകം. എൻ്റെ അച്ഛന് ഇത് വളരെ ഇഷ്ടമുള്ളതാണ്, എനിക്കും ഇത് വളരെ ഇഷ്ടമുള്ളതാണ്. നമ്മുടെ സദ്ഗുരു സ്വാമി ഉദ്ദീത് ചൈതന്യജി ലോകത്തിൻ്റെ മുന്നിൽ എല്ലായിടത്തും അവതരിപ്പിക്കുന്ന ഒരിതാണ്. ഏതായാലും ശരി, ആദിഷ്ട തത്താദ വിമത്സരസ്ത്വാ മുക്തം സമാത്രാഭി യതൗവ്യളികം ആരാധ യോധോക്ഷജ പാദപത്മം യഥീച്ഛസേ ധ്യാസനമുത്തമോ യഥാ ആതിഷ്ഠ തത്താത വിമത്സരസ്ത്വം. മോനെ, ഒരു മത്സര സ്വഭാവം നമ്മൾക്ക് പാടില്ല. നമ്മളാണ് വെച്ച് കഴിഞ്ഞാലോ മത്സര പരീക്ഷയിൽ മുഴുവൻ എൻ്റെ മക്കൾക്ക് തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് ഞാൻ പറയും, ഗോപാലൻ നായരുടെ മകളും പറയും, എല്ലാത്തിലും അവർക്ക് തന്നെ ഫസ്റ്റ് കിട്ടണം. മത്സര ബുദ്ധിയുള്ള കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നാം ജീവിക്കുന്നത്. നമ്മളെ മക്കളെ മത്സരത്തിൽ വളർത്തുകയാണ്. എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് റാങ്ക് കിട്ടണം, എനിക്ക് എൻ്റെ കുഞ്ഞിന് സെക്കൻഡ് റാങ്ക് കിട്ടിയ എൻ്റെ അനുജൻ്റെ കുഞ്ഞിന് തേർഡ് റാങ്കെങ്കിലും കിട്ടണം, എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന് ഫസ്റ്റ് റാങ്ക് ഗവൺമെൻറ് ജോലി കിട്ടിയ എൻ്റെ മകനെ IAS ആക്കണം. ഈ മത്സര സ്വഭാവത്തിൽ വളർത്തുന്ന കുട്ടികളോട് ഉള്ള അമ്മമാരോടും അച്ഛന്മാരോടും വേദവ്യാസ ഭഗവാൻ 5500 വർഷം മുന്നേ പറയുന്നതാണ്, ആദിഷ്ഠ തത്താദ വിമത്സരത്വം. പിന്നെയോ മുക്തം സ മാത്രാഭി യതൗവ്യളികം ആരാധയാദോക്ഷജപാദപത്മം. അമ്മ ആ കുഞ്ഞിനെ നെഞ്ചോട്ട് ചേർത്തുകൊണ്ട് കുഞ്ഞിൻ്റെ കവിൾത്തടങ്ങളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറയുന്നതാണ്, ആരാധയാഥാക്ഷജ പാദപത്മം യഥീച്ഛസേ ധ്യാസനമുത്തമോ യഥാ ആതിഷ്ഠ
എന്താണ്? പഠിക്കുന്ന കുട്ടികൾക്ക് പഠന വിജയത്തിന് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടതാണ് അടുക്കും ചിട്ടയുമുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് ജീവിതത്തിൽ അത്യാവശ്യം. അതിനെന്താണ്? ബ്രാഹ്മേ മുഹൂർത്തമുത്തായ കൃതിശൈവ വിധിശ്രവ. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് നിത്യകർമാദികൾ ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിക്കാൻ നാം പ്രേരിപ്പിക്കുന്ന രീതിയിൽ അവരുമായിട്ട് മിംഗ്ലിങ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റും. ഏത്? സുപ്രഭാതത്തിൻ്റെ വിശുദ്ധി നമ്മുടെ മക്കളിലോട്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ. ആതിഷ്ഠ. വേദവ്യാസ ഭഗവാൻ പറയുന്നു, എന്താണ് ആ വാക്ക്? പറയൂ. ആതിഷ്ഠ. പഠിക്കുന്ന കുട്ടികൾക്ക് വിജയത്തിന്, അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതത്തിന്. ഉത്തിഷ്ഠത ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധിത ക്ഷുരസ്യധാര നിശിതദ്വരദ്വയ. കത്തിയുടെ വാളിൻ്റെ മുകളിലൂടെയുള്ള യാത്ര പോലെയാണ് മനുഷ്യ ജീവിതം. അതുകൊണ്ട് ബി കെയർഫുൾ, ബി അലേർട്ട്. എന്താ നമുക്ക് നഷ്ടം? നേട്ടാനോ സർവ സൗന്ദര്യങ്ങളുമുള്ളൊരു പ്രപഞ്ചം. അപ്പോൾ ഉത്തിഷ്ഠത, എഴുന്നേൽക്കൂ മോനെ. ക്ഷത്രിയനായ നീ, നിന്നിലുള്ളത് ക്ഷത്രിയ രക്തമാണ്. ക്ഷതത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് നിന്റെ പാരമ്പര്യം. മോനെ, നീ ഉത്താനപാന മഹാരാജാവിൻ്റെ മകനാണ്. നീ ഭഗവാനെ ആരാധിക്കുകയും ജപിക്കുകയും പാദസ്മരണ ചെയ്യുകയും ചെയ്യുന്ന നിന്നെ നമ്മളെ മക്കളെയൊക്കെ നമ്മളിത് പഠിപ്പിക്കണം. ഇതാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത്. നമ്മളെ മക്കളെ നമ്മൾ IAS ആക്കണം, IPS ആക്കണം, IFC ആക്കണം, ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, ISROയിലൂടെ ഒക്കെ വേണം. ഒപ്പം ഈ സംസ്കൃതി കൂടെ അവരിലെത്തിക്കണം. ഭഗവാനെ ആരാധിക്കുകയും ജപിക്കുകയും പാദസ്മരണ ചെയ്യുകയും ചെയ്യുന്ന മോനെ, നിന്നെ തളർത്താനോ തകർത്താനോ നിന്നെ നശിപ്പിക്കാനോ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധിക്കില്ല മോനെ. ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കില്ല എൻ്റെ മകനെ തളർത്താൻ. തളരാത്ത തകരാത്ത ഒരു വ്യക്തിത്വത്തിനുടമയായി വളരാനാണ് ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഭാഗവതവും. നമ്മൾ പഠിക്കണം, എന്നാലേ നമുക്ക് നമ്മളെ മക്കളെ പഠിപ്പിക്കാനുള്ളൂ. എൻ്റെ അച്ഛൻ ഇത് പഠിച്ച്, എൻ്റെ അച്ഛൻ ഇത് എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുന്നത്. ഈ സംസ്കാരം കൂടെ പഠിപ്പിക്കണം. അത്രേ പറയുന്നുള്ളൂ. നിങ്ങളെല്ലാ പൊട്ട ട്യൂഷനും വിട്ടോ, എല്ലാം ചെയ്തോ. രാവിലെ അച്ഛൻ്റെ വക ട്യൂഷൻ, വൈകുന്നേരം അമ്മയുടെ വക ട്യൂഷൻ, അതിൻ്റെ ഇടയിലൊരു പൊട്ട വേറൊരു അഡീഷണൽ ട്യൂഷൻ ഒക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാതെ അവരിലെ സർഗാത്മകത കണ്ട് വളരാൻ, സർഗാത്മകത ആസ്വദിച്ചുകൊണ്ടുള്ളൊരു ജീവിതത്തിന് സ്വതന്ത്രമായി അവരെ വിടൂ. അതിനോ ആ വ്യക്തിത്വത്തിന് ഉത്തമ അധ്യാസനം, വേദവ്യാസ ഭഗവാന്റെ വാക്കാണിവിടെ. ഉത്തമ സ്ഥാനമാനങ്ങളിൽ എത്താൻ, ശ്രദ്ധിക്കൂ, ഉത്തമ സ്ഥാനമാനങ്ങളിൽ എത്താൻ മക്കളെ ഇത് പഠിപ്പിക്കണം. ഞാനല്ല, വേദവ്യാസ ഭഗവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇച്ഛേയസി. അപ്പോഴെന്താണ്? അങ്ങനെ എത്തിക്കാനാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് എങ്കിൽ ശ്രദ്ധിക്കണം, അധിക്ഷേപം, ചെറിയമ്മയുടെ ചിറ്റമ്മയുടെ അധിക്ഷേപം കേട്ട് തളർന്ന് വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന മനസ്സാണ്, കുഞ്ഞു മനസ്സാണ്. കേവലം 5 വയസ്സ് മാത്രമാണ് കുഞ്ഞിൻ്റെ പ്രായം. ആ മനസ്സിനെ, തളർന്ന മനസ്സിനെ, തകർന്ന മനസ്സിനെ, വീണ മനസ്സിനെ ഉയർത്താനും ഉണർത്താനും വളർത്താനും വികസിപ്പിക്കാനും വേദവ്യാസ ഭഗവാൻ ശ്രദ്ധിക്കണം, ഇവിടെയാണ് സുനീതി. എവിടെയും എന്തിനും നീതി കണ്ടെത്തുന്ന സുനീതി സ്വന്തം മകനിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. എന്താണ് ആ നീതി മന്ത്രം? ആരാധയാധോക്ഷജപാദപത്മം. എന്ത്? ആരാധ യാധോക്ഷജ പാദപത്മം. ആരാധ യാധോക്ഷജ പാദപത്മം. പഠിക്കണം, പഠിക്കാണ്ട് പറ്റില്ല. ഇത് വളരെ സിമ്പിളാണ്. ഇത് പഠിക്കാൻ ഈസിയായിട്ട്. എന്താണ്? വിമത്സരസ്, നേരത്തെ പറഞ്ഞില്ലേ, വിമത്സര ബുദ്ധിയാൽ നാമജപാരാധന, നാമജപ ആരാധന.
നാമജപ അമ്മ മകന് പറഞ്ഞു കൊടുക്കുകയാണത്. നിങ്ങളൊക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ മക്കളൊക്കെ എവിടെ ഉയർന്നു പോവാതിരിക്കും. ശക്തമായ വ്യക്തിത്വമായി അവരെല്ലാം കീഴടക്കിയും. അപ്പം നാമ ജപാരാധനാശക്തി സംഭരിച്ച് ജപ മനഃശക്തി, എന്ത് ജപ മനഃശക്തി, ജപ മനോബലം, അതെങ്ങനെയാണ് ജപ ഊർജമായി. ശ്രദ്ധിക്കണം, ഈ കുട്ടികളോട് പറയുന്നത് എന്താണ്? സൗണ്ട് എനർജി. നാമം ജപിക്കാനല്ലേ അമ്മ പറഞ്ഞത്? എൻ്റെ നാമത്തിൻ്റെ ഗുരു മറ്റാരുമല്ല, എൻ്റെ അമ്മയാണ്. കാരണം ഞാൻ ഗർഭത്തിലുണ്ടാകുമ്പോൾ തന്നെ എൻ്റെ അമ്മ നാമം ജപിക്കുന്നത് കേട്ടിട്ട് ജനിച്ച് വളർന്നിട്ടുള്ളൊരു സംസ്കാരമാണ്. അതുകൊണ്ട് ഈ നാമജപം മാത്രം കൈമുതലാക്കിയാൽ മതി. അപ്പോൾ ഈ നാമം ഒന്ന് തന്നെ റിപ്പീറ്റ്. അത്യന്താധുനികമായിട്ടുള്ള മോഡേൺ എഡ്യൂക്കേഷൻ തിയറിയിൽ പറയുന്നു, കുട്ടികളെ പഠിക്കാനിരിക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒരു തമാശ പറയുക, എന്തെങ്കിലും പറയുക. ഇതാണിവിടെ സുനീതി പറഞ്ഞതും. അപ്പോൾ ആ നാമം ജപിക്കുമ്പോൾ നാമം നാമിയായി നമ്മളിൽ ആ സൗണ്ട് എനർജി വരും. സൗണ്ട് എനർജി നശിപ്പിക്കാൻ പറ്റില്ല. സൗണ്ട് എനർജി കൺവേർട്ടഡ് ടു പ്രാണബല. ഓരോ കോശങ്ങളിലും ആ എനർജി എത്തിക്കും. ഏത് 5500 വർഷം മുന്നേ വേദവ്യാസ ഭഗവാൻ എഴുതി വച്ചിരിക്കുക. അപ്പോൾ എന്തുണ്ടാവും? ആയുരാരോഗ്യ സൗഖ്യം. അപ്പോൾ എന്തുണ്ടാവും? ആയുരാരോഗ്യ സൗഖ്യം. അനന്തഭൂമാ മമരോഗരാശിം നിരുന്ധവാദാലയ വാസവിഷ്ണു. നാരായണീയം ഒരൊറ്റ വരിയിലൂടെയാണ് നമുക്കിത് കേൾക്കാൻ പറ്റുന്നത്. അനന്തഭൂമ, അനന്തമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, മമരോഗരാശിം. രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൗണ്ടഡ് നമ്പർ ഓഫ്, സഹസ്രമായിട്ടുള്ള 100,000 രോഗങ്ങൾ അത് നിരോധിക്കൂ. ആര്? ഗുരുവായൂരപ്പ എന്ന്. ഈ സിസ്റ്റമാണ് നാരായണീയത്തിൽ പടതിരിപ്പാട് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമാത്രം ഉക്തം, മഹനീയമായ മാതൃത്വമാണ് എന്നുള്ളതാണ് വേദവ്യാസ ഭഗവാൻ ഇവിടെ പറയുന്നത്. നെഞ്ചോട് ചേർത്ത് ത്വം ആദിഷ്ഠതി, പ്രേമമായിട്ട്, സ്നേഹമായിട്ട്, പ്രേമസ്വരൂപ ഉപാസനയിലൂടെ സ്നേഹമസൃണിതമായിട്ട് വേണം അറ്റ്ലീസ്റ്റ് നമ്മളെ മക്കളോടെങ്കിലും നമ്മൾ പെരുമാറാൻ, അറ്റ്ലീസ്റ്റ് നമ്മളെ ഭർത്താവിനോടെങ്കിലും നമ്മൾ പെരുമാറാൻ, അറ്റ്ലീസ്റ്റ് നമ്മളെ സഹോദരോടന്മാരോടെങ്കിലും നമ്മൾ പെരുമാറാൻ. ആ കുഞ്ഞിനെ നെഞ്ചോട്ട് ചേർത്തിട്ടുണ്ട്. പറയുന്നു, മോനെ ത്വം ആദിഷ്ഠതി, കുഞ്ഞെ നീ ഇത് അനുഷ്ഠിക്കൂ, ഏത് നാമമന്ത്രം? പൂർണ്ണാവതാരം എടുത്തിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. എന്ത്? ഭഗവാൻ ഭഗവത്ഗീതയിൽ അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. വീണ്ടും അഭ്യാസം വെച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ. ഇത് തന്നെ നമ്മൾ എൻട്രൻസ് എക്സാമിൽ നടത്തേണ്ടത്. എൻട്രൻസ് എക്സാമിൽ ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ നമ്മളെ കുഞ്ഞിനെ നമ്മളൊന്നും പറയണ്ട, മോനെ കുഴപ്പമില്ലടാ, നമുക്ക് അടുത്ത പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഏത് IAS-ഉം ഏത് IPS-ഉം ഏത് IFC-യും ഏത് എഞ്ചിനീയറിങ്ങും ഏത് എൻട്രൻസ് എക്സാമിനും പാസ്സാവാം. ഈ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ ഭഗവാൻ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ റിപ്പീറ്റേഷൻ കോഴ്സ്, അഭ്യാസേന. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹം ഗീത എന്ന വാക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ വാലായിട്ടാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജാവ് നമ്മളെ പഠിപ്പിക്കും. ഹാമറിങ് ദി ഐഡിയോസ് എന്ന് റിപ്പീറ്റ് ചെയ്യണം. അടിച്ചമർത്ത് കഴിഞ്ഞാൽ ഏത് കോൺക്രീറ്റിൽ നമുക്ക് ഏതാണിയും കയറ്റാം എന്നുള്ളത്. അപ്പോൾ വ്യക്തമായ ലക്ഷ്യബോധം, ശ്രദ്ധിക്കൂ, വ്യക്തമായ ലക്ഷ്യബോധം, കൃത്യമായ സ്വപ്നം, പരിശുദ്ധമായ ലക്ഷ്യസ്ഥാനം, ഉള്ളിൽ പതിഞ്ഞ ദൃഢനിശ്ചയം, ഉള്ളിൽ പതിഞ്ഞ ദൃഢനിശ്ചയം. ഈ ദൃഢനിശ്ചയത്തെയാണ് ധ്രുവൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ ധ്രുവൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ഈ ദൃഢനിശ്ചയത്തിലേക്ക് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ മക്കൾ ഉയർന്നു വളരാനാണ് ഈ ധ്രുവചരിതം നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിശ്ചയദാർഢ്യത്തിലൂടെ
അതിന് അഹോരാത്രം രാത്രിയും പകലുമില്ലാതെ കഠിന പ്രവൃത്തി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉൾപ്രേരക ഊർജമാണ് ഈ ഭഗവത്ഗീതയും ഈ ഭാഗവതവും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പഠിക്കണം ആദ്യം. എന്നിട്ട് ഇതാണ് മക്കളെ ഇതിനകത്തുള്ള സബ്ജക്റ്റ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിക്കും യുക്തിക്കും അൾട്രാ മോഡേൺ സയൻസിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ആക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പഠിക്കുന്ന അപരാവിദ്യക്കൊപ്പം ശ്രീനാരായണ ഗുരുദേവൻ പറയും ഈ പരാവിദ്യ കൂടെ ഈ പരമാത്മജ്ഞാനം കൂടെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ബാഹ്യ ആഭ്യന്തര സമൃദ്ധവും അകത്തും പുറത്തും ശക്തമായ ഒരു വ്യക്തിത്വത്തിനുടമ ശ്രീ ശങ്കര ഭഗവത്പാദർ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉറച്ച തീരുമാനവും എടുത്ത് നമ്മുടെ ധ്രുവനുണ്ണി നേരെ പോകുകയാണ്. വീട് വിട്ടിറങ്ങിയിട്ട് വഴിയിൽ വെച്ച് നമ്മൾ നാരദരെ കണ്ടു. നരം ദദാമി ഇതി നാരദ. അങ്ങും ഇങ്ങും നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ, അങ്ങും ഇങ്ങും നിൽക്കുന്ന ബുദ്ധിയെ ഷാർപ്പ് ചെയ്ത് ഈശ്വരീയതയിലേക്ക് എത്തി ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ പരമസന്തോഷമാണ്, സച്ചിദാനന്ദ സുഖസ്വരൂപം അനുഭവിക്കലാണ് ജീവിതത്തിൻ്റെ ടാർഗറ്റ് എന്ന് അറിയാകുന്ന, ശ്രദ്ധിക്കൂ, ദേവ ഋഷിയായ നാരദര് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. മോനെ നീ എവിടെയാടാ പോകുന്നത്? കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാരദർക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ആ നാരദര് കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നാരദര് ഉടൻ തന്നെ കുഞ്ഞിനോട് പറയുന്നു, മകനെ നീ ഒരു കാര്യം ചെയ്യൂ, അമ്മ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അനുഷ്ഠിക്കണം. ഇവിടെയാണ് എൻ്റെ ഗുരു പഠിപ്പിക്കുന്ന പോലെ പെറ്റ തള്ളയ്ക്ക് തുല്യമായി, പെറ്റ മാതാവിന് തുല്യമായി 10 ഡോക്ടർമാരുണ്ടാവില്ല എന്ന് എൻ്റെ ഗുരു എന്നെ എപ്പോഴും പഠിപ്പിക്കും. ഏതായാലും ശരി, ശ്രദ്ധിക്കണം, ദേവ ഋഷിയാണ്, ഒരു കൗൺസിലറാണെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയും. ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആയിട്ടാണ് കുട്ടിയോട് പറയുന്നത്. എന്ത് മോനെ, അത് ശ്രീമദ് ഭാഗവതത്തിൽ 4ാം സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 40ാമത്തെ ശ്ലോകത്തിൽ പറയും, ജനന്യാഭിഹിത പന്ഥ സർവൈനി ശ്രേയസ്യതേ ഭഗവാൻ വാസുദേവസ്തം ഭജ പ്രണവാ പ്രവണാത്മന ഭജ പ്രവണാത്മന. മോനെ, നിൻ്റെ അമ്മയില്ലേ ആ സുനീതി മേധാവ്, ജനന്യഭിഹിത പന്ഥ, നിൻ്റെ അമ്മ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചോളൂ മോനെ. അതായത് പുതിയ തലമുറ ന്യൂജനോട് 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതം, വേദവ്യാസ വിരചിതമായ ഭാഗവതത്തിൻ്റെ എസൻസ് ഒരൊറ്റ വാക്കിൽ പറയുകയാണ്. ആര്? നമ്മളെ നാരദരാരാ? ദേവർഷിയാണ്, ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. ഇദ്ദേഹം പറയുകയാണ് എന്ത്? ജനന്യഭിഹിത. അമ്മേ അല്ല മോനെ, നിൻ്റെ അമ്മ പറഞ്ഞത് എന്താണ് അത് നീ അനുസരിച്ചോ. നോക്കൂ, നമ്മുടെയൊക്കെ മക്കൾ നമ്മളൊന്നും പറയുന്നത് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് ഗുരുത്വം നഷ്ടപ്പെട്ട ആധുനിക സമൂഹം. ന്യൂജന് 99.9% അച്ഛനും അമ്മയ്ക്കും കുട്ടികളെക്കുറിച്ച് പരാതി എന്താണ്? മക്കൾ പറഞ്ഞ അനുസരിക്കുന്നില്ല എന്ന്. ഇതാണ് ഈ ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? ഞാൻ പറയുന്നതല്ല, ജനന്യഭിഹിത പന്ഥ. മോനെ, നിൻ്റെ പന്ഥാവ്, നിൻ്റെ വഴി നിനക്കമ്മ കാണിച്ചു തരുന്നതെന്ന്. അതിനോ എന്ത്? ഭജ പ്രവണാത്മന ജനന്യഭിഹിത പന്ഥ. നിൻ്റെ അമ്മ ഉപദേശിച്ച വഴി എന്താണ്? ഏകാഗ്രമനസ്സോടെയുള്ള ഭജനം. ഇവിടെ കുഞ്ഞ് കുറച്ചൊന്ന് മോശമായ സമയത്ത് അമ്പലത്തിൽ പോയിട്ട് അർച്ചന കഴിക്കണമെന്നോ, വിദ്യാഗോപാല മന്ത്രം കൂടും തകിടും എഴുതി 18 എണ്ണം അരക്ക് കെട്ടണമെന്നോ, ഹോമം നടത്തണമെന്നോ, യാഗം നടത്തണമെന്നോ, ബലി നടത്തണമെന്നോ, എന്നിട്ടോ 16 ചരട് കയ്യിൽ ജപിച്ച് കെട്ടണമെന്നോ ഒന്നുമല്ല പറയുന്നത്. ജനന്യഭിഹിത പന്ഥ, നിൻ്റെ അമ്മ നിനക്ക് ഉപദേശിച്ചു തന്ന ഏകാഗ്ര മനസ്സോടെയുള്ള ഭജനം.
ഒപ്പം വാസുദേവ ഭജനം. നമ്മുടെ കുട്ടികൾക്ക് നമ്മളിത് പഠിപ്പിക്കണം. മോനെ, നിനക്ക് ഏതാണോ ഇൻട്രസ്റ്റ്, നിനക്കേതാണോ താല്പര്യം, അത് അക്കൗണ്ട്സിലാണെന്ന് വെച്ചാൽ അവനെ പഠിപ്പിച്ച് എന്താക്കുക, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കുക. അല്ല അവന് എഞ്ചിനീയറിംഗിൽ വെച്ചാൽ അത്, കൃഷിയിലാണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ. അവന് താല്പര്യമേതാണ് ആ രീതിയിൽ അവനെ പ്രൊമോട്ട് ചെയ്യണം. ഇവിടെ കുട്ടിക്ക് തപസ് ചെയ്ത് ഈശ്വര ഭജനത്തിലൂടെ എല്ലാ ഭൗതിക സൗഭാഗ്യങ്ങളും കീഴടക്കാനാണ്. അപ്പോൾ അനന്യമായ ഈ ഭജനം, അതിനോ പദം. അപ്പോൾ ചോദിച്ചു, എന്താ മോനെ നിനക്കുന്നത്? പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷ്വ സാധുവർമ്മനേ. പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷ സാധുവർമ്മനേ. 37ാമത്തെ ശ്ലോകമാണിത്. ചതുർത്ഥ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ. എന്താണിത് പറയുന്നത്? മോനെ, നിൻ്റെ ആഗ്രഹം എന്താണ്? ദേവർഷിയെ നാരദരെ, പദം ത്രിഭുവനോത്കൃഷ്ടം, 3 ലോകത്തിലും എന്തൊക്കെ നേടാനുണ്ടോ അവയുടെയൊക്കെ പരമോന്നതമായ സ്ഥാനം. എൻ്റെ അച്ഛനോ, എൻ്റെ അച്ഛൻ ആരാണ്? ഋഷീഷ് അല്ല, എൻ്റെ അച്ഛൻ ആരാണ്? രാജാവാണ്. എൻ്റെ അച്ഛനോ എൻ്റെ മുത്തശ്ശൻ ആരാണ്? സ്വയംഭൂമനു. അച്ഛൻ ഉത്താനപാല മഹാരാജാവ്, ചക്രവർത്തി. ഇതൊക്കെ മുകളിലുള്ള ഈ 3 ലോകത്തെയും പദം ത്രിഭുവനോത്കൃഷ്ടം, ഏറ്റവും ഉന്നതമായ സ്ഥാനമാനങ്ങൾ എനിക്ക് നേടിയെടുക്കണം. ജിഗീഷോ, ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇതല്ലേ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? ഇതല്ലേ നമ്മുടെ സംസ്കാരം? അതിനെന്ത് ചെയ്യണം? സാധുവർമ്മനെ, 3 ലോകങ്ങളിലും ഉത്കൃഷ്ടമായ സ്ഥാനത്തെ കീഴടക്കി. ശ്രദ്ധിക്കണം, ജിഗീഷ. എനിക്ക് മത്സര പരീക്ഷകൾ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ എനിക്ക് ജയിക്കണം. അതിന് സുഖകരമായ, ലളിതമായ, സിമ്പിളായ, ഏറ്റവും സിമ്പിളായ സുഖകരമായ മാർഗം എനിക്ക് പറഞ്ഞു തരൂ ബ്രഹ്മർഷി, അങ്ങെനിക്ക് പറഞ്ഞു തരൂ. ഇതാണ് നാരദരോട് പറയുന്നു. നാരദർ മറുപടി വരുന്നു, മോനെ, നിൻ്റെ അമ്മ പറഞ്ഞ പോലെ നീ ചെയ്താൽ മതി. അത് ഞാനൊരു എളുപ്പ വഴി വേണമെന്നുണ്ടെങ്കിൽ, കുഞ്ഞായതുകൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ അടുത്ത സ്ഥലത്താണ് മധുവനം. മധുവനത്തിൻ്റെ തീരത്തെ അടുത്താണ് യമുന. യമുനയുടെ തീരത്ത് പോയിട്ട് നീ ഭഗവാൻ നാരായണനെ ഉപാസനയിലൂടെ, വ്രതവിശുദ്ധിയിലൂടെ, വ്രതത്തിലൂടെ ത്യജിക്കേണ്ട കാര്യങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് ഏകാഗ്രമായി നീ ഭഗവാനെ ഭജിച്ച് എല്ലാം നേടണമെന്ന്. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ തോണ്ടി സമയം കളയാതെ, മൊബൈൽ തോണ്ടണ്ടെന്നല്ല, മൊബൈലൊക്കെ അത്യാവശ്യത്തിന് തോണ്ടാം. ശ്രദ്ധ. എൻ്റെ അച്ഛൻ എന്നെ മണികണ്ഠ എന്ന് വിളിച്ചതിനേക്കാൾ കൂടുതലായിട്ട് എന്നോട് പറഞ്ഞതാണ്, മകനെ ശ്രദ്ധിക്കൂ എന്ന്. എന്താണ്? ഗുരു വേദാന്ത വാക്യേഷു ഇതി ദൃഢനിശ്ചയാഹ. ശ്രീശങ്കര ഭഗവത്പാദർ നമ്മൾ ശ്രദ്ധയ്ക്ക് മീനിങ് കൊടുക്കുന്നുണ്ട്. ഈ ശ്രദ്ധ അവനവൻ്റെ ജീവിതത്തിൽ കൊടുക്കണം. ഇതാണ് ഇവിടെ നാരദ ഋഷി ധ്രുവരോട് പറയുന്നു. എന്ത്? ശ്രദ്ധ കൊടുക്കൂ. നിൻ്റെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണ് അത് നീ തീരുമാനിച്ച് അതിനു വേണ്ടി കഠിന പ്രവൃത്തി ചെയ്യൂ. അങ്ങനെ പോന്ന സമയത്ത് ശരണമയ്യപ്പ ആ കുട്ടിക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം, ചെറിയ കുട്ടിയല്ലേ, 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ആ കുട്ടിക്ക് മഹാവിഷ്ണു പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല. ഏതായാലും ശരി, കുട്ടിക്ക് സാക്ഷാൽ ദേവർഷിയായ നാരദർ എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ മഹാവിഷ്ണു ഏത് രീതിയിൽ എന്താണെന്നതിൽ. ആ വൈകുണ്ഠവാസിയായ, ആ ചതുർബാഹുവായ ആ ഹരിനാരായണ മംഗള വിഗ്രഹം, അതിമനോഹരമായ താമര കണ്ണുകളാൽ കൊണ്ട് ശോഭിക്കുന്നതായിരിക്കുന്ന കണ്ണുകളുണ്ട്. അപ്പോൾ 4 കൈകളിലും ശംഖും ചക്രഗഥാ പങ്കജത്തോടു കൂടിയ ആ മഹാവിഷ്ണു ഞൊറിഞ്ഞുടുത്ത പീതാംബരപ്പെട്ട്, അതുപോലെ തന്നെ ആ മാറിടത്തിൽ ശ്രീവത്സം എന്ന രത്നവും, കണ്ഠത്തിൽ തിളങ്ങുന്നുണ്ട് കൗസ്തുഭം എന്ന രത്നപ്പതക്കവും, അരയിൽ ഞൊറിഞ്ഞുടുത്ത മഞ്ഞപ്പെട്ടും യജ്ഞോപവീതവുമുള്ള
ആ സുന്ദര വിഗ്രഹം, ഭുവനമോഹന മന്ദഹാസം പൊഴിക്കുന്ന മുഖവും മോനെ നീ മനസ്സിൽ കണ്ടുകൊണ്ട് നീ ആ മഹാവിഷ്ണുവിനെ ധ്യാനിക്കൂ. അപ്പോഴാണ് ഇവിടെ ഒരു മന്ത്രവും ഉപദേശിക്കുന്നു. ധ്രുവർക്ക് നാരദർ കൊടുക്കുന്ന ഈ ഉപദേശമാണ് മഹാവിഷ്ണുവിൻ്റെ ബീജമന്ത്രം. അത് സിമ്പിളാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രേണനേന ദേവസ കുര്യാദ്രവ്യമയീം ഭുത സപ്തര്യം വിവിധേ ദ്രവ്യേ ദേശകാല വിഭാഗവിത്. ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രേണേന മനനാൽ ത്രായതേ ഇതി മന്ത്രാഹ. മനനം ചെയ്യുന്ന മനസ്സിനെ പൂർണ്ണമായും സംരക്ഷിച്ച് ഉയർത്തി വികസിപ്പിച്ച് യത് ഭാവേതി തത് ഭവതി. എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തിക്കും. ഇതാണ് മന്ത്രം. ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം പഠിപ്പിക്കുന്നു. കുട്ടി നേരെ മധുവനത്തിൻ്റെ തീരത്ത് പോകുന്നു. അവിടെ അങ്ങനെ വ്രതത്തിൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട്. ആ വ്രതങ്ങൾ ആദ്യത്തെ 10 ദിവസം ഇന്ന വ്രതം, അടുത്ത 10 ദിവസം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വെള്ളവും ഒന്നും കഴിക്കാതെ ഈ നമ്മുടെ ധ്രുവൻ ഉറച്ച തീരുമാനവുമായി തപസ് ചെയ്യുന്നു. നിക്കക്കള്ളിയില്ലാതെ മഹാവിഷ്ണു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. മഹാവിഷ്ണു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണുവിന് മനസ്സിലായി ഹൃത്പുണ്ടരീകം പരമം വിശുദ്ധം. വേദങ്ങൾ പറയുന്നു ഹൃത്പുണ്ടരീകം, ഹൃദയമാകുന്ന ഗുഹാക്ഷേത്രത്തിൽ വസിക്കുന്ന ആ ചൈതന്യത്തിൽ ലയിച്ചു ചേർന്ന് ഇവിടെ ധ്രുവനില്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിൻ്റെയും മജ്ജയുടെയും മാംസത്തിൻ്റെയും ഞാടിഞരമ്പുകളിലും ദേവചൈതന്യം അന്തർജ്യോതിയായി ശോഭിക്കുന്നു. ഈ സമയത്ത് മുന്നിൽ വന്ന മഹാവിഷ്ണുവിനെ കുഞ്ഞ് കണ്ടില്ല. മഹാവിഷ്ണുവിന് കാര്യങ്ങൾ മനസ്സിലായിട്ട് മഹാവിഷ്ണു ഉടൻ തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ, കറണ്ട് പോയതുപോലെ, നമ്മുടെ നെറ്റ് ഡിസ്കണക്ട് ചെയ്യുന്നത് പോലെ കുഞ്ഞിനോടുള്ള റിലേഷൻ അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോൾ കുട്ടിക്ക് മുന്നിൽ മുഴുവൻ ഇരുട്ടനുഭവപ്പെട്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ആ പീതാംബരധാരിയായ ചതുർബാഹുവായ ശംഖും ചക്ര ഗദാപങ്കജത്തോടുകൂടി കൗസ്തുഭം കൊണ്ട് അങ്ങനെ നീലമേഘ ശ്യാമളനായ ആ ഭഗവാനെ കണ്ട് കുട്ടി അങ്ങനെ അദ്ഭുത സ്തബ്ധനായി നിന്നുപോയി. കുട്ടിക്ക് യഥോ വാച നിവർത്തന്തോ അപ്രാപ്യ മനസാ വച ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ഭിഭേദ് കുഥാജന. വേദങ്ങൾ പറയുന്നു ഇവിടെ വാക്കുകൾക്കും യഥാ വാച വാക്കുകളും ഇന്ദ്രിയങ്ങളും ഒക്കെ ഇവിടെ തരിച്ചുപോയി. കുഞ്ഞിന്, ചെറിയ കുഞ്ഞല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുട്ടി അങ്ങനെ അദ്ഭുത സ്തബ്ധനായിട്ട് കുഞ്ഞ് ഭഗവാനെ കണ്ടു. ഉടൻ തന്നെ സാഷ്ടാംഗം നമസ്കരിച്ചു. പക്ഷേ എഴുന്നേറ്റ് നിൽക്കുന്ന കുട്ടി പതച്ചുപോയി. കാരണം മഹാവിഷ്ണുവിനല്ലേ മുന്നിൽ കാണുന്നത്. വേഗം നമ്മളൊക്കെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുക്കുകയും കളിപ്പിക്കുകയും ഇതിൻ്റെ കവിളൊക്കെ പിടിച്ച് പിച്ചുകയും കാലൊക്കെ തോടുകയും ചെയ്യുന്നുണ്ടോ? മഹാവിഷ്ണു ഇത് വല്ലതും പറ്റുന്നുണ്ടോ? ഇല്ല. എന്താ, കയ്യിൽ 4 കൈയിലും ശംഖം ചക്ര ഗദാപങ്കജങ്ങളോടുകൂടിയതല്ല. ഇനി എന്തു ചെയ്യും? ഉടൻ തന്നെ മഹാവിഷ്ണു ശരണമയ്യപ്പ, പ്രേമസ്വരൂപനായ ഭഗവാൻ, സ്നേഹസ്വരൂപനായ ഭഗവാന് ആ കുഞ്ഞിൻ്റെ മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ട് തൻ്റെ വലത് കയ്യിലുള്ള പാഞ്ചജന്യം എന്ന ശംഖ് എടുത്ത്, ആ കയ്യിലുള്ള ശംഖ് അത് വേദത്തിൻ്റെ പ്രതീകമാണ്, അറിവിൻ്റെ പ്രതീകമാണ്, ജ്ഞാനത്തിൻ്റെ പ്രതീകമായ ആ ശംഖ് കൊണ്ട് മനുഷ്യരെ പോലെ സാധാരണ പോലെ ഇവിടെ ആ കുഞ്ഞിൻ്റെ കവിൾത്തടങ്ങളിൽ അങ്ങനെ തലോടുന്നതോടുകൂടി കുഞ്ഞിനങ്ങടെ ബോധം വരുന്നു. ഈ കുഞ്ഞ് ബോധം വന്ന ആ ധ്രുവൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലുന്നതാണ് ധ്രുവസ്തുതി. ഭാഗവതത്തിൽ അത്യത്ഭുതകരമായ, കാരണം ഈ കുട്ടി മുൻജന്മങ്ങളിലൊക്കെ പഠിച്ച വേദാന്തങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഓപ്പണായി. ഇത്രയേ ഉള്ളൂ ലക്ഷ്യം. അതിന് ഏത് രീതിയിലായാലും പഠിക്കുന്ന കുട്ടികൾക്ക് നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തത്പരം യോഗ സംസിദ്ധേ കാലേനാത്മനി വിന്ധ്യതേ. കാലം കൊണ്ട് അവന് നേടാൻ സാധിക്കാത്തതായിട്ട് പറയൂ ഒന്നും തന്നെ ഇല്ല. എന്ത് നഹി ജ്ഞാനേന സദൃശം? ഇവിടെ അറിവ് നേടുക, അറിവ്.
ഇവിടെ അറിവ് 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 അത്ര മാത്രമേ ഉള്ളൂ. ആ കുട്ടി എല്ലാ അറിവുകളുടെ ഭാണ്ഡക്കെട്ടുകളും പൊട്ടിച്ചുകൊണ്ട് ആ മഹാവിഷ്ണുവിനെ തൊഴുതുകൊണ്ട് ധ്രുവസ്തുതി ചൊല്ലുന്നു. യോന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയന്ത്യഖില ശക്തിധരസ്വദാന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം യോ അന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം. അല്ലയോ ഭഗവാനെ, സർവചരാചരങ്ങളുടെയും അന്തരാത്മാവായി അകത്ത് കയറി പ്രശോഭിക്കുന്നതായ ആ ചൈതന്യം അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ എൻ്റെ കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക് മുതലായ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്നിൽ അനുഭവമാകുന്ന സുഖമാകുന്ന സന്തോഷമാകുന്ന സച്ചിദാനന്ദമായ എന്നെ അനുഭവിപ്പിക്കുന്ന ആ പ്രാണാനമോ ഭഗവതേ പുരുഷായ തുഭ്യം, എൻ്റെ പ്രാണനായ ഭഗവാനെ. ഇവിടെ അന്ധവിശ്വാസവും അനാചാരവും ഇല്ലാത്ത ഒരു സംസ്കൃതിയാണ്. ഇവിടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെ പറയുന്നു, എൻ്റെ പ്രാണനായി ശോഭിക്കുന്ന ഹേ ഭഗവാനെ എന്നെ അനുഗ്രഹിക്കൂ. ഇവിടെ ശ്രദ്ധിക്കണം, എന്താണ് അനുഗ്രഹിക്കേണ്ടത്? പദം ത്രിഭുവനോത്കൃഷ്ട, 3 ലോകത്തിലും ഉത്കൃഷ്ട. നമുക്ക് എന്താ ആഗ്രഹം? നമ്മുടെ മക്കൾ നമ്മളെക്കാൾ ഉയർന്ന നിലയിലെത്തണം. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം അതായിരുന്നു, എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. ആ സ്യൂഷ്വാലിറ്റി. ഇതിനു വേണ്ടി അവരെ പീഡിപ്പിച്ചിട്ട് കാര്യമില്ല. അവരെ ഉയർത്തണം, അവരെ പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കണം, അവരെ നെഞ്ചോട് ചേർക്കണം, അവരെ സ്നേഹമസൃണിതമായിട്ടുള്ള ഒരു 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 എൻവയറോൺമെൻറ്റിൽ അവരെ വളർത്തണം. ഇതിനോ മനനം ചെയ്ത് ശക്തി പ്രാപിച്ച ഈ ധ്രുവൻ ഭഗവാനെ പൂജിക്കുകയാണ്. അപ്പം ബാലം കൃപയാ കപോലെ, എന്താണ് ബാലം കൃപയാ കപോലെ? ആ കുട്ടിയുടെ കപോലം എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങൾ, ആ ശംഖ് വഴി കൊടുത്തിരിക്കുന്ന ചൈതന്യം വികസിപ്പിച്ചിട്ടാണ് യോ അന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്താം. ഞാനിപ്പോൾ ഭഗവാനെ അങ്ങയെ സ്തുതിക്കുന്നില്ലേ, അത് എന്നിലുള്ള അഹംബോധം, ഞാൻ എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നത് അങ്ങാണ്. അതുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം എനിക്കുണ്ടാവണം. ശ്രദ്ധിക്കണം. തുടർന്ന് ആ ധ്രുവസ്തുതികളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കി ഇദ്ദേഹം രാജാവാകുന്നു. ഇദ്ദേഹത്തിൻ്റെ അനുജൻ ഉത്തമൻ രാജാവാകുന്നു. അതിന് ഉത്തമൻ രാജാവായതിനു ശേഷം അദ്ദേഹം യുദ്ധത്തിൽ പോയിട്ട് ഉത്തമൻ മരിക്കുന്നു. അവനെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ സുരുചി പോയിട്ടാകുമ്പോൾ കാട്ടുതീയിൽപ്പെട്ട് മരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മളെ കുഞ്ഞുങ്ങളെ അമിതമായിട്ട് താലോലിച്ച് വളർത്തിക്കഴിഞ്ഞാലോ സംഭവിക്കൊന്നുമില്ല. ഉത്തമനിപ്പോൾ എന്താ പറ്റിയത്? ഉത്തമ യുദ്ധത്തിന് പോയിട്ട് യുദ്ധത്തിൽ വീണ് മരിച്ചു. നമ്മളെ കുഞ്ഞുങ്ങളെ താലോലിച്ച് ബൈക്ക് മേടിച്ചു കൊടുത്താൽ കാരണം അറിയാതെ ഒരു ലോറിയുടെ അടിയിൽ പോയി ചാവും. ഇത്രയേ ഉള്ളൂ. റാഗിങ്ങിന് പോയിട്ട് റാഗ് ചെയ്തിട്ട് അവിടെ ഇങ്ങോട്ടും കൊള്ളും. കോളേജിൽ പോയിട്ട് കൊലപാതക രാഷ്ട്രീയത്തിന് പോയിട്ട് അഭിമന്യുവിനെ പോലെ ഠിം, ടൂറിന് പോയിട്ട് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഠിം. ഇതൊക്കെയാണ് ഈ താലോലിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് എന്നുള്ളത് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സ്ത്രീലംബടന്മാരാകരുത്. പുരുഷന്മാരോട് പറയാ സ്ത്രീലംബടനായതുകൊണ്ടാണല്ലോ അബദ്ധം പറ്റിയത്. പിന്നെ നമ്മളെ മക്കളെ കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ നടിക്കരുത്. നമ്മളെ മക്കളെ അവരുടെ സുപ്രീം കോടതി ജഡ്ജി അച്ഛനാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ വളർത്തി എന്നെ
നിഷ്മളമാക്കി ദുഃഖത്തിൻ്റെ തരി പോലും ഇല്ലാതെ ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയും ഈ ധർമ്മശാസ്ത്രങ്ങളെ 45 വർഷത്തെ വേദോപാസനയും ആ വേദോപാസനയിലൂടെ ഫലമായിട്ടുള്ള വേദാന്ത വിദ്യാർത്ഥിയായി അവസാന നിമിഷം വരെ ഈ ധർമ്മത്തെ ഓരോ മനുഷ്യ ജീവിതത്തിലും എത്തിക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനാണ്. ഇതുപോലെയാകണം. മറ്റേ ആരെ? നമ്മുടെ ഉത്ഥാനപാല മഹാരാജാവിനെ പോലെ ആകരുത്. ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലോ ഒന്നുമില്ല, മകൻ യക്ഷന്മാരോട് പോയി യുദ്ധം ചെയ്ത് അപകടത്തിൽ പെട്ട് മരിച്ചു, ഭാര്യ അങ്ങനെയും മരിച്ചു, പിന്നെ ഭർത്താവിൻ്റെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കണം, തീയിൽ പെട്ട് മരിക്കുകയാണത്. ഈ നമ്മൾ ധ്രുവനെ ഇറക്കി വിട്ട സുരുചിയില്ലേ, അവൾ തീയിൽ പെട്ട് മരിക്കുകയെന്ന് മകൻ അന്വേഷിച്ചിട്ട് പോയി. ഇത്രയേ ഉള്ളൂ ആധുനിക അമ്മമാർ പഞ്ചാഗ്നി മധ്യത്തിലാണ് എന്നുള്ളതാണ് 5500 വർഷം മുന്നേ ഭാഗവതത്തിൽ വേദവ്യാസ ഭഗവാൻ വരച്ചു വെച്ചിട്ടുള്ളത്. ഈ ചിത്രം നമ്മളൊക്കെ ഇന്നും ടി വിയിൽ കണ്ടാൽ മതി. എറണാകുളം വൈറ്റിലയിൽ ബസ് അപകടം, 2 കുട്ടികൾ മരിച്ചു. അപ്പോൾ തന്നെ നെഞ്ചത്തടിച്ച് കയറാതെ ഇതെൻ്റെ കുഞ്ഞാണോ, ഇതെൻ്റെ കുഞ്ഞാണോ, ഇതെൻ്റെ കുഞ്ഞാണോ. ഇപ്പോൾ കുട്ടികളിൽ വരുന്ന അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ കുട്ടിക്കാണോ, കുട്ടികൾ ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് ക്യാൻസർ രോഗം അതെൻ്റെ കുഞ്ഞാണോ. 2027 ഡിപ്രഷൻ ആയിരിക്കും കുട്ടികൾക്ക് എന്ന് WHO പറയുന്നു. അതിനെന്താ പരിഹാരം? ഒന്നുമില്ല. ഡിപ്രഷൻ അറിയാവുന്നത് കൊണ്ടാണ് അർജുന വിഷാദ രോഗത്തെ യോഗമാറ്റമാക്കാൻ ഭഗവത്ഗീത പഠിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ കുഞ്ഞായിരിക്കും, ഇതൊക്കെ ഈ നെഗറ്റീവൊക്കെ എൻ്റെ കുഞ്ഞായിരിക്കും എന്നുള്ള തീയിലാണ് ആധുനിക അമ്മമാർ പെട്ടത്. ഇതിൻ്റെ പ്രതീകമാണ് ആര്? സുനീതി. എന്നാൽ സുരുചിയോ? ശ്രദ്ധിക്കണം, സുനീതി മകന് എല്ലാ വിദ്യാഭ്യാസവും കൊടുത്തു, എല്ലാ സമ്പൽ സമൃദ്ധിയും കൊടുത്തു, ഒപ്പം ഈശ്വര സാക്ഷാത്കാരവും നേടി. ശ്രദ്ധിക്കണം, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച നാമജപ സംസ്കൃതിയാണ് എൻ്റെ ജീവാത്മാവും പരമാത്മാവും. അമ്മമാർ ശുദ്ധമായിരിക്കണം, അമ്മമാർ പവിത്രമായിരിക്കണം, അമ്മമാർ റോൾ മോഡലായിരിക്കണം, അച്ഛന്മാർ റോൾ മോഡലായിരിക്കാം. അപ്പോൾ ഡു ഓർ ഡോൺസ്, വിഹിത കർമ്മങ്ങളും നിഷേധകർമ്മങ്ങളും എന്താണ് എന്നുള്ളതാണ് ഇവിടെ ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണം, ഈ കുഞ്ഞിനെ മടിയിലിരുത്തി താലോലിച്ച അച്ഛൻ്റെ സ്ഥിതി ഞാൻ പറഞ്ഞു, സുരുചി മോനെ താലോലിച്ചതിൻ്റെ തിക്തഫലവും ഞാൻ പറഞ്ഞു. എന്നാൽ ശ്രദ്ധിക്കണം, സുനീതി നീതിപൂർവകമായി ഏറ്റവും നല്ല ബാഹ്യ ആഭ്യന്തരവും അകത്തും പുറത്തും സമ്പൽ സമൃദ്ധമാക്കി മകനെ വളർത്തി ചക്രവർത്തിയായി. ഇദ്ദേഹവും അച്ഛനെ പോലെ തന്നെ 2 വിവാഹം ചെയ്തു. അതിലൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് ലാസ്റ്റിൽ ബദരീനാഥിൽ പോയി അളകനന്ദയിൽ സ്നാനം ചെയ്തുകൊണ്ട് അവിടെ ജപിച്ചതായിക്കൊണ്ട് വിഷ്ണു പാർഷദന്മാർ വിമാനവും കൊണ്ട് വന്നു. വിമാനത്തിൽ കയറുമ്പോൾ ഇദ്ദേഹം സ്വർണ്ണവർണ്ണമായി. അപ്പോഴാണ് എനിക്ക് സൗഭാഗ്യങ്ങളൊക്കെ തന്നത് എൻ്റെ അമ്മയല്ലേ. എനിക്ക് മഹാവിഷ്ണുവിനെ നേരിട്ട് കണ്ടു എൻ്റെ അമ്മ കാരണം. എൻ്റെ മഹാവിഷ്ണു എന്നെ തൊട്ടു അമ്മ കാരണം. എനിക്ക് ഈ ബദരീനാഥനെ പൂജിക്കാൻ പറ്റി എൻ്റെ അമ്മ കാരണം. എനിക്ക് ഈ സർവ്വ സൗഭാഗ്യങ്ങളും ലഭിച്ചു അമ്മ കാരണം. എനിക്കെല്ലാം നേടിയത് അമ്മ കാരണം. ശ്രദ്ധിക്കൂ മക്കളെ, പഠിപ്പിക്കൂ. അമ്മയില്ലെങ്കിൽ ഞാൻ ഇല്ല. അമ്മയുണ്ടായതുകൊണ്ട്, അമ്മ എനിക്ക് സൽബുദ്ധി പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ മുത്തും പവിഴങ്ങളും നേടിയെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന ഈ 3 ലോകത്തിൻ്റെ മുകളിലുള്ള മഹാവിഷ്ണുവിൻ്റെ അരികിലേക്ക് ഞാൻ വരുന്നില്ല, എൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് എനിക്ക് പോകേണ്ടത് എന്നുള്ളതാണ് ധ്രുവൻ പറയുന്നത് എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിൽ വേദവ്യാസ ഭഗവാൻ റിട്ടേണായി എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഫ്ലൈറ്റിലാണല്ലോ, ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, അങ്ങ് പുറപ്പെട്ടു. അപ്പോൾ തന്നെ വിഷ്ണു പാർഷദന്മാർ പറഞ്ഞു, ധ്രുവ മുന്നിൽ നോക്കൂ, മുന്നിൽ ഫ്ലൈറ്റ് ഉണ്ട്, ആ ഫ്ലൈറ്റിനകത്തോട്ട് നോക്കൂ. അപ്പോൾ ആ ഫ്ലൈറ്റിൽ ഒറ്റയ്ക്ക് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിലോട്ട്, പാലാഴിയിലോട്ട്, വൈകുണ്ഠത്തിലോട്ട്. വൈകുണ്ഠം വികഥകുണ്ടാഹി വൈകുണ്ഠ, ദുഃഖ ദുരിതങ്ങളില്ലാത്ത സന്തോഷ സംതൃപ്ത ജീവിതം. നൗ ഇപ്പോഴുള്ള അതാണ് സ്വർഗം. ആ സ്വർഗീയമായ ജീവിതത്തിൽ
ജീവിച്ച് സ്വർഗീയതയിലേക്ക് അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരാൻ മഹാവിഷ്ണു സ്പെഷ്യലായിട്ടൊരു വിമാനം ഏർപ്പാട് ചെയ്തിട്ട് അമ്മയെ മുന്നിൽ വളർത്തുക, വിമാനത്തിൽ കടത്തി വിടുകയാണ്. എന്തിനാണ് ആ വിമാനം മുന്നിൽ അമ്മയെ വിട്ടത്? മറ്റൊന്നുമല്ല, ഉത്തമയനായ ധ്രുവന് ജന്മം നൽകി ഉത്തമമായ മാർഗത്തിലൂടെ വളർത്തിയെടുത്തത് കൊണ്ടാണ്. സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പറ്റിയ പാളിച്ചകൾ, നമുക്ക് ജീവിതത്തിൽ പറ്റുന്ന തെറ്റുകളും കുറ്റങ്ങളും നാം പൊറുക്കുകയല്ല വേണ്ടി അവയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് വാട്ടെവർ ഇറ്റ് ഈസ് ഇന്നലെ വരെയുള്ള ജീവിതം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഇന്നു മുതൽ സുനീതിയെപ്പോലുള്ള അമ്മയായി ഉയരണം. ധ്രുവനെപ്പോലുള്ള ധ്രുവാനീതിർ മതിർമമ. ഭഗവാൻ ഭഗവത്ഗീതയിൽ 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞില്ലേ, നമ്മളെ പഠിപ്പിച്ചില്ലേ, ധ്രുവം ഉറച്ച ജീവിത വിജയമന്ത്രം ജപിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു ജീവിതം നിങ്ങൾക്കും എനിക്കും. ഇങ്ങനെ ജീവിതം വസന്തവത് ലോക ഹിതം ചരന്തി. സ്വയം സുഗന്ധം വമിക്കുന്ന റോസാപ്പൂവല്ല, മറിച്ച് ഒരു വസന്തമായി തീരാൻ. ശരണമയ്യപ്പ. ഈ ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങൾ വികസിപ്പിച്ച 18,000 ശ്ലോകങ്ങളായ ഭാഗവതം പഠിക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. അങ്ങനെ നല്ല വ്യക്തികൾ കൂടുന്ന കുടുംബം, കുടുംബങ്ങൾ കൂടുന്ന സമൂഹം, സമൂഹങ്ങൾ കൂടുന്ന രാഷ്ട്രം, രാഷ്ട്രങ്ങൾ കൂടുന്ന മാനവരാശി. ഇത്രയേ ഇവിടെ പറയാനുള്ളൂ. വ്യക്തിധർമ്മം, പുത്രധർമ്മം, പിതൃധർമ്മം, മാതൃധർമ്മം, വ്യക്തിധർമ്മം, പൗരധർമ്മം, രാഷ്ട്രധർമ്മം. ഈ ധർമാചരണമാണ് ജീവിതം. എന്ത്? അവനവൻ ഒരു നല്ല വ്യക്തിയായി മാറുക. അപ്പോഴോ ഇവിടെ സുനീതി നീതിക്കനുസൃതമായി സുഗന്ധമായപ്പോൾ എല്ലാവരും സുഗന്ധമായി. അതുപോലെ നമ്മളെല്ലാവരും അവരവരുടെ ജീവിതം സുഗന്ധപൂരിതമാക്കാൻ ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കണം. അതിന് ബുദ്ധിമുട്ടും പഠിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഈ ചാനൽ കാണണം, കേൾക്കണം, പഠിക്കണം, അഭിപ്രായങ്ങൾ എഴുതണം. ഈ സുഗന്ധം മറ്റുള്ളവരിലും എത്തിക്കാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ജീവിതം, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒരു നല്ല ജീവിതം, സന്തോഷ സംതൃപ്ത ജീവിതം ഉണ്ടാവാനായിക്കൊണ്ട് ഭഗവത്ഗീത മാതാജിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ, ഭാഗവത മാതാവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആ ജഗദീശ്വരനായ പരമേശ്വരനായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.